തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ CPIM സ്ഥാനാർത്ഥി നിർണയം നവംബർ 5-നകം പൂർത്തിയാക്കാൻ നിർദ്ദേശം ജില്ലാ കമ്മിറ്റികൾക്കാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം കൊടുത്തത്. വിജയസാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡം. യുവാക്കൾക്ക് പരിഗണന നൽകണമെന്നും നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്. SKN, ഗുഡ് ഈവനിങ്. ഇപ്പോൾ CPIMന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നടപടികൾ നവംബർ 5-നകം പൂർത്തീകരിക്കണമെന്നാണ് CPIM സംസ്ഥാന നേതൃത്വം വിവിധ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ നടപടികളിൽ യോജിപ്പോടുകൂടിയുള്ള തീരുമാനമെടുക്കണം. LDF എന്ന നിലയിൽ സീറ്റ് ഉപചരണത്തിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും യോജിപ്പിൻ്റെ അന്തരീക്ഷം നിലനിർത്തിയാകണം ഈ നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം. വിജയസാധ്യതയായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പൊതുസ്വീകാര്യതയുള്ളതും പാർട്ടിയോടും മുന്നണിയോടും അടുപ്പമുള്ള ആളുകളെയും എതിരാളികൾ സ്ഥാനാർത്ഥികളായി സ്വന്തമാക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുസ്വതന്ത്രനെയും മറ്റും സ്ഥാനാർത്ഥികളായി പരിഗണിക്കാം. എന്നാൽ SDPI, ജമാഅത്തെ ഇസ്ലാമി, BJP തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ളവരെ ആരെയും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ടതില്ല എന്ന കൃത്യമായ നിർദ്ദേശവും ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയ കുറിപ്പിൽ CPIM സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പൊതുസ്വീകാര്യതയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവരുടെ സാമൂഹ്യമായ ഘടകങ്ങൾ, അതായത് ജാതി സമവാക്യം അടക്കമുള്ള സാമൂഹിക ഘടകങ്ങൾ പരിഗണിക്കണമെന്നും CPIM നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.